+1 അക്കൗണ്ടിങ്ങിൻ്റെ ട്യൂഷൻ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ തൊട്ട് മുൻപത്തെ ക്ലാസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഞാനതിനകത്ത് പഠിപ്പിച്ചു തന്നത്. ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് നമ്മൾ തുടങ്ങി വെച്ചു. ഞാൻ ഒരിക്കലും ആ മീനിങ് ഫുൾ സെൻറ്റൻസ് വായിച്ച് പഠിക്കാനൊന്നും ഇപ്പോഴേ പറയത്തില്ല. നമുക്ക് 1 by 1 ഓരോ വാക്കുകളായിട്ട് പഠിക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ എവിടെയാണ് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്? അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ്. അപ്പോൾ അക്കൗണ്ടിങ്ങിന് ആർട്ടെന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആയിരുന്നു ആദ്യത്തെ ജോലി. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കണം. അങ്ങനെ കാര്യങ്ങൾ, അതായത് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും പറഞ്ഞ് ബോറാക്കുമല്ല, ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയാണ്, എനിക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യത്തിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ ഡ്യുവൽ ആസ്പെക്റ്റ്, അറിയാമല്ലോ ഡ്യുവൽ ആസ്പെക്റ്റ് എന്താണെന്നൊക്കെ, ഇതിൻ്റെ ബേസിലാണ്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ 2 ആസ്പെക്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയാം. ആ പറയുന്ന 2 ആസ്പെക്റ്റുകൾക്ക് ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നുമാണ് നമ്മൾ കൊമേഴ്സുകാർ പേര് വിളിക്കുന്നത്. ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസിനെല്ലാം 2 ആസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ ആ 2 ആസ്പെക്റ്റിന് ഇനിയിപ്പോൾ ഹയർ സെക്കൻഡറിയും കൊമേഴ്സും അക്കൗണ്ടിങ്ങും ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാക്കുകൾ വേണമല്ലോ. സോ അതിന് വിളിക്കുന്നത് ഡെബിറ്റ് ആസ്പെക്റ്റ് എന്നും ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്നുമാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്നത് വേറെ കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ നമ്മളൊരു പേന വാങ്ങുന്നു, സിമ്പിൾ. പേന വാങ്ങുമ്പോൾ കയ്യിൽ നിന്ന് പൈസ പോകും, നമുക്കെന്ത് കിട്ടും? പേന കിട്ടും. അപ്പോൾ ഈ പോയതും വന്നതും എന്ന് പറയുന്നത് ഡെബിറ്റും ക്രെഡിറ്റും എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ ഡ്യുവൽ ആസ്പെക്റ്റ് അഥവാ ഈ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഈ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂൾ എങ്ങനെയാണ്? ആ റൂള് പഠിക്കണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പ്രധാനമായിട്ടും 5 അക്കൗണ്ടിലേക്ക് തിരിക്കാറുണ്ട്. ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഒന്നുകിൽ അത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്, ഒന്നുകിൽ ഒരു ട്രാൻസാക്ഷൻ ഇതിലേതെങ്കിലും ഒരു അക്കൗണ്ടുമായിട്ട് മാത്രം ബന്ധം കാണും. പോകുന്നതും പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും ഏതെങ്കിലും ഒരു അക്കൗണ്ടുമായിട്ട് മാത്രമേ ബന്ധം കാണൂ. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? പൈസ കൊടുത്തു, ഫർണിച്ചർ വാങ്ങി. പൈസ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. എന്താണാവോ പുറത്തേക്ക് പോയത്? പൈസ, ക്യാഷ്. ക്യാഷ് ഒരു അസറ്റ് അല്ലേ? അതെ. അപ്പോൾ അസറ്റ് പുറത്തേക്ക് പോയി. ദാ പോകുന്ന അസറ്റ്, ക്യാഷ് എന്ന അസറ്റ് പുറത്തേക്ക് പോയി. എന്തകത്തേക്ക് വന്നു? എന്ത് ബിസിനസ്സിനകത്തേക്ക് വന്നു? ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു അസറ്റ് തന്നെ അല്ലേ? അസറ്റ് വന്നു. കണ്ടോ? അപ്പം ചില ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിനകത്ത് തന്നെ വരും. അസറ്റ് പോയി, അസറ്റ് വന്നു, ഇങ്ങനെ സംഭവിക്കാം. എന്നാൽ ചില ട്രാൻസാക്ഷൻസിന് ഇതിലേതെങ്കിലും 2 അക്കൗണ്ടുമായിട്ട് ബന്ധം കാണും അല്ലേ? ഏതെങ്കിലും 2 അക്കൗണ്ടുമായിട്ട് ബന്ധം കാണും. ഞാൻ പറഞ്ഞുതരാം. സാലറി കൊടുത്തു, ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തു എന്നാണ് പറയുന്നത്. സാലറി കൊടുത്തു. ഈ ശമ്പളം കൊടുക്കുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചൊരു വലിയ ചെലവല്ലേടോ? ബിസിനസ്സിൻ്റെ നല്ലൊരു ചെലവല്ലേ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുക? അപ്പം ശമ്പളം കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെലവുണ്ടായി, എക്സ്പെൻസ് കൂടി, ചെലവ് കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിലവുണ്ടായി അല്ലേ? സാലറി എന്നൊരു ചിലവുണ്ടായി. അപ്പോൾ അവിടെ ഒരു എക്സ്പെൻസ് ഉണ്ടായി. നമ്മൾ ഈ ശമ്പളം കൊടുക്കുന്നത് എന്തായിട്ടാണ്? എപ്പോഴും പറയുന്ന കേസാണ്, നമുക്ക് ക്യാഷായിട്ടേ കൊടുക്കാൻ പറ്റൂ. ശമ്പളം കൊടുക്കുന്നത് ക്യാഷായിട്ടാണ്. അപ്പോൾ സാലറി എന്നൊരു എക്സ്പെൻസും ഉണ്ടായി, അതുമൂലം ദേണ്ട അസറ്റ് ഇറങ്ങിപ്പോയി, ക്യാഷ് പോയി. അപ്പോൾ ഇവിടെ സാലറി കൊടുത്തു എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആയിട്ടും ബന്ധമുണ്ട്, അസറ്റുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില ട്രാൻസാക്ഷൻസിന് 2 അക്കൗണ്ടുമായിട്ട് ബന്ധം കാണും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ചില ട്രാൻസാക്ഷൻസിന് ഇതിലേതെങ്കിലും ഒരെണ്ണമായിട്ട് മാത്രമേ ബന്ധം കാണൂ, ചിലതിന് ഏതെങ്കിലും 2 എണ്ണമായിട്ട് ബന്ധം കാണും. മാക്സിമം 2 എണ്ണമായിട്ട് ബന്ധം കാണും, 3 എണ്ണമായിട്ട് ബന്ധം വരില്ല. കാര്യം എന്താ? ഡ്യുവൽ ആസ്പെക്റ്റ് അല്ലേ 2. അപ്പോൾ നമുക്ക് 2 ആസ്പെക്റ്റേ ഉള്ളൂ. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ ഒന്നുകിൽ ഞാൻ പറയുന്ന പോലെ ഒരു അക്കൗണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നു, അത് തന്നെ അകത്തേക്ക് വരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അസറ്റ് പോയി, അസറ്റ് വന്നു, അങ്ങനെ സംഭവിക്കാം.
അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 2 അക്കൗണ്ടുമായിട്ട് ബന്ധം വരാം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കമ്മീഷൻ റിസീവ്ഡ്, നിങ്ങളൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ്. കമ്മീഷൻ കിട്ടി. കമ്മീഷൻ കിട്ടുന്നത് ഇൻകം അല്ലേ? കമ്മീഷൻ കിട്ടി എന്നതൊരു വരുമാനമല്ലേ? അപ്പം കമ്മീഷൻ എന്നൊരു ഇൻകം ഉണ്ട്. കമ്മീഷൻ എന്നൊരു ഇൻകം അവിടെ ഉണ്ട്, വരുമാനമുണ്ട്. കമ്മീഷൻ കിട്ടുന്നത് എന്ത് ഫോമിലാണ്, എന്ത് രൂപത്തിലാണ് കമ്മീഷൻ കിട്ടുന്ന? ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ അസറ്റ് വന്നു. അപ്പോൾ അവിടെ കമ്മീഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇൻകവുമായിട്ടും അസറ്റുമായിട്ടും ബന്ധമുണ്ട്. ഇൻകവുമായിട്ടും അസറ്റുമായിട്ടും ബന്ധമുണ്ട്. ഇങ്ങനെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒന്നുകിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടുമായിട്ട് മാത്രം ബന്ധം കാണും, അല്ലെങ്കിൽ മാക്സിമം 2 അക്കൗണ്ടുമായിട്ട് ബന്ധം കാണും. അങ്ങനെ ആ ബന്ധം കണ്ടുപിടിച്ചതിന് ശേഷം, അങ്ങനെ ആ ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനൊരു റൂളുണ്ട്. ഇത് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാണേ. ഇതിനൊരു റൂളുണ്ട്. അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം, ഇങ്ങനെയാണല്ലോ 5 എണ്ണം. ഇതിൻ്റെ റൂൾ എന്താ? അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അസറ്റ് കൂടുമ്പോൾ ആ കൂടിയ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കുറയുമ്പോൾ ആ കുറഞ്ഞ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ലൈബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്. ലൈബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്, കുറയുമ്പോൾ ഡെബിറ്റ് ആണ്. അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഏത് ലൈബിലിറ്റിയാണോ കൂടുന്നത് ആ ലൈബിലിറ്റിയുടെ പേര് ക്രെഡിറ്റ് ചെയ്യണം. ഏത് ലൈബിലിറ്റിയാണോ കുറയുന്നത് ആ കുറയുന്ന ലൈബിലിറ്റിയുടെ പേര് ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്, കുറയുമ്പോൾ ഡെബിറ്റ്. ലൈബിലിറ്റിക്കും ക്യാപിറ്റലിനും ഒരേ റൂളാണ്. അപ്പോൾ ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്, കുറയുമ്പോൾ ഡെബിറ്റ്. ഇൻകം അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറയാം. ഇൻകത്തിൻ്റെ റൂളും ഇതുപോലെ തന്നെ ലൈബിലിറ്റിക്കും ക്യാപിറ്റലിനും ഇൻകത്തിനും ഒരേ റൂളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈബിലിറ്റിക്കും ക്യാപിറ്റലിനും ഇൻകത്തിനും ഒരേ റൂളാണ്. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ്, ഇൻകം കുറഞ്ഞാൽ ഡെബിറ്റ്. ഇനി എക്സ്പെൻസിന് അസറ്റിൻ്റെ അതേ റൂളാണ്. കൂടുമ്പോൾ ഡെബിറ്റ്, കുറയുമ്പോൾ ക്രെഡിറ്റ്. ഈ റൂളാണ് നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഈ റൂളാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്. ഈ ഒരൊറ്റ റൂൾ ഞാനിപ്പോൾ ഈ പഠിപ്പിക്കുന്ന ഈ കാര്യത്തിൻ്റെ ബേസിലാണ് ഈ സബ്ജക്റ്റ് ഫുള്ളായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിച്ചാലും ഏത് ക്ലാസ്സിൽ പോയി പഠിച്ചാലും ശരി തന്നെ ഈ ഒരൊറ്റ റൂളേ പഠിക്കാനുള്ളൂ. ഇതിൻ്റെ ബേസിലാണ് കാര്യങ്ങൾ ആദ്യമായിട്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിന്ന് ഐശ്വര്യമായിട്ട് റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. ഇത്രയാണ് റൂള്. ഈ റൂൾ അനുസരിച്ചാണ് കാര്യങ്ങൾ ബുക്കിൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് ബുക്കിലെടുത്ത് എഴുതുന്നതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണേ, ഒന്നും കൂടെ പറയുവാണ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് ഒരു ബുക്കിലേക്ക് എടുത്ത് എഴുതുന്നതിനെയാണ്, കുറിച്ച് വെക്കുന്നതിനെയാണ്, ബുക്കിലെടുത്ത് എഴുതുന്നതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അതാണ് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് എഴുതിയിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ടുണ്ട്. അതാണ് റെക്കോർഡിംഗ്. അവിടെ കോമ ഇട്ട് വെച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. അവിടെ തീരത്തില്ല, കോമ പിന്നും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റെക്കോർഡിംഗ് എന്താണെന്ന് പഠിക്കാം. ഞാൻ 2-3 തവണയായിട്ട് ആവർത്തിക്കുന്നു. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് കുറിച്ച് വെക്കുക, ആദ്യമായിട്ട് എഴുതി വെക്കുക എന്നൊക്കെ. അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോരുത്തരും അവർക്ക് തോന്നിയ പോലെ എഴുതിയാൽ പറ്റില്ലെന്ന്. അത് ശരിയാണ്. കോട്ടയത്തുള്ളവനും തൃശ്ശൂരുള്ളവനും കോയമ്പത്തൂരുള്ളവനും കാശ്മീരിലുള്ളവരും എല്ലാവരും ഒരുപോലെ തന്നെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒരുപോലെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരുപോലത്തെ ബുക്ക് എടുക്കണ്ടേ? ഒരേപോലെ തന്നെ കാര്യങ്ങൾ വരച്ച് എഴുതി വെക്കണ്ടേ? അല്ലേ? റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരേപോലത്തെ ബുക്ക് എടുത്ത് ഒരേപോലെ വരച്ച് ഒരേപോലെ എഴുതി തന്നെ പോകണ്ടേ? അപ്പോൾ ബിസിനസ്സിലെ കാര്യങ്ങൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് വിളിക്കുന്ന പേരാണ് ജേണൽ. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് എഴുതി വെക്കാൻ ഉപയോഗിക്കുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ജേണൽ.
പഠിച്ചോണേ. അപ്പോൾ ആദ്യത്തെ ബുക്കിൻ്റെ പേര്, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ബുക്ക്, ആദ്യത്തെ ബുക്കിൻ്റെ പേരാണ് ജേണൽ. ഒരു വട്ടം കൂടെ പറയാണ്, ജേണൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ജേണലിലാണ് നമ്മൾ തുടങ്ങുന്നത്. അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യമായിട്ട് കാര്യങ്ങൾ എഴുതി വെക്കാൻ പോകുന്നത് ജേണൽ എന്ന ബുക്കിലാണ്. അപ്പോൾ ജേണൽ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയേ, ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അതായത് ആദ്യമായിട്ട് എഴുതുന്നതിനാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ഒക്കർ. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ അത് നടക്കുന്ന ഓർഡറിൽ, ഇപ്പം 1-ാം തീയതി നടന്നത് ആദ്യം എഴുതുക, 2-ാം തീയതി നടന്നത് പിന്നെ എഴുതുക, 3-ാം തീയതി നടന്നത് പിന്നെ എഴുതുക, അങ്ങനെ ആ ഓർഡറിൽ എഴുതി വെക്കുന്ന ബുക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജേണൽ എന്ന് വിളിക്കുന്നത്. ഈ ജേണലിലേക്ക് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ആ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയൊക്കെ റൂള് പഠിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ജേണലിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ പഠിപ്പിച്ചു തന്ന റൂൾ അനുസരിച്ചാണ് നിങ്ങൾ ജേണൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ മൈ ഡിയർ സ്റ്റുഡൻസ്, അക്കൗണ്ടിങ്ങിൽ ഓരോ ബുക്കും വരയ്ക്കുമ്പോൾ ഓരോ ബുക്കിൻ്റെയും പ്രിപ്പറേഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പഠിപ്പിച്ചു തരുന്നത്, ഞാനെന്ന് പറയുമ്പോൾ ഞാനല്ല ഇതൊന്നും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മറ്റുള്ള ആൾക്കാർ. അപ്പം ഞാൻ പഠിപ്പിച്ചു തരുന്ന പോലെ തന്നെ ജേണൽ വരയ്ക്കണം. സ്കെയിൽ എടുത്തേ വരയ്ക്കാവൂ. പരീക്ഷയ്ക്ക് സ്കെയിൽ ഉപയോഗിച്ചല്ലാതെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കരുത്. സ്ട്രെയിറ്റ് ലൈൻ, വൃത്തി വേണം. സ്കെയിൽ യൂസ് ചെയ്തിരിക്കണം. പിന്നെ വരയ്ക്കുന്നത് പെൻസിലിട്ടേ വരയ്ക്കാവൂ. നിങ്ങൾ ഈ വരകളൊക്കെ കണ്ടോ, ഈ വരയെല്ലാം പെൻസിലിട്ടേ വരയ്ക്കാവൂ, പേനയിട്ട് വരയ്ക്കരുത്. ഒരിക്കൽ കൂടെ പറയുന്നു, പരീക്ഷയ്ക്ക് വൃത്തികേടാക്കി വെക്കരുത് പേപ്പർ. സ്കെയിൽ ഉപയോഗിച്ചിരിക്കണം, സ്കെയിൽ ഉപയോഗിച്ചേ വരയ്ക്കാവൂ. വരകളെല്ലാം പെൻസിലിട്ടേ ചെയ്യാവൂ. ചുമ്മാ പേനയിട്ട് വെറും അങ്ങ് മോശം പിള്ളേരായി പോകരുത്. സ്കെയിലും പെൻസിലും നിർബന്ധമായിട്ടും വാങ്ങി വെച്ചിരിക്കണം. അക്കൗണ്ടുകൾ വരയ്ക്കുന്നത്, ഇപ്പം നാം വരകൾ കണ്ടോ ഇതിനകത്ത്, ഒരു വര, ദേ വര, വര വര വര, ഈ വരകളെല്ലാം തന്നെയും സ്കെയിലിട്ടും പെൻസിലിട്ടും തന്നെ വരച്ചിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്, ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. നമ്മൾ ആദ്യം ഒരു ഡേറ്റ് കോളം, ഇവിടെ അടുത്ത് ഡേറ്റ്, അതൊരു ചെറിയ കോളം മതി. നമ്മളൊരു ഡേറ്റ്, ഒരു സ്കെയിലിൻ്റെ വീതി മതി, നീളമല്ല വീതി. ഓക്കെ, ഒരു സ്കെയിലിൻ്റെ വീതിക്ക് വരച്ചാൽ മതി. അപ്പോൾ ആദ്യം ഡേറ്റ് കോളം എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് എന്നാണ്, അവിടാണ് ഡേറ്റ്. ഓക്കെ, രണ്ടാമത്തെയാണ് ഏറ്റവും വലിയ കോളം. നല്ല വലുപ്പം ആയിക്കോട്ടെ, സാമാന്യം നല്ല വലുപ്പം വേണം. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്താണ് കാര്യങ്ങൾ എഴുതി വെക്കേണ്ടത്. ഈ പർട്ടിക്കുലേഴ്സ് എന്നാണ് ഹെഡിങ്. ഈ പർട്ടിക്കുലേഴ്സ് എന്ന കോളത്തിനകത്താണ് എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ ആ ട്രാൻസാക്ഷനിൽ എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് എഴുതുന്നത് ഈ കോളത്തിനകത്താണ്. അപ്പോൾ അതിനൊരു അല്പം വലുപ്പം കൂടുതൽ വേണം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്താണ് കാര്യങ്ങൾ എഴുതുന്നത്. അതായത് എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് എഴുതുന്നത് ഈ കോളത്തിനകത്താണ്. അതുകൊണ്ടാണ് കുറച്ച് വലിപ്പം വേണമെന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തത് LF ലെഡ്ജർ ഫോളിയോ എന്നാണ് ഫുൾ ഫോം. ഈ ലെഡ്ജർ ഫോളിയോ എന്താണെന്നുള്ളത് ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കത്തത്തില്ല. കാര്യം നിങ്ങൾ അടുത്ത സ്റ്റേജ് ജേണൽ കഴിഞ്ഞിട്ടുള്ളത് പഠിച്ചാലേ അത് മനസ്സിലാവും. അത് ഞാനിവിടെ പെൻഡിങ് വെക്കുവാണ്, ഞാനത് പറഞ്ഞുതരാം. LFനകത്ത് ആദ്യമേ പറയട്ടെ, ആ കോളത്തിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ടി വരത്തില്ല, ഇതിനകത്തൊന്നും എഴുതേണ്ടി വരത്തില്ല. ഹെഡിങ് എഴുതി ഇട്ടാൽ മതി. ഫോർമാറ്റ് അങ്ങനെ ആയതുകൊണ്ട് പഠിപ്പിക്കുന്നതാണ്. LF ഒരു വളരെ ചെറിയ കോളം മതിയേ. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീതി, വളരെ ചെറിയ വീതി മതി. നിങ്ങൾ ആ LF എന്നൊന്ന് എഴുതാൻ പറ്റിയാൽ മതി അതിനകത്ത്. ഇതിനകത്തോട്ട് പിന്നെ താഴോട്ട് ഒന്നും വരത്തില്ല. ഇപ്പോഴേ പറയുവാണ്, LF എന്ന് പറയുന്ന ഒരു ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. നിങ്ങൾക്ക് LF എന്നൊന്ന് എഴുതാൻ മാത്രം പറ്റിയാൽ മതി, അത്ര ചെറുത് വരച്ചാൽ മതി. നെക്സ്റ്റ്, ഈ റുപ്പീസ് പൈസ എന്നൊന്നും വേണ്ട, ഇത് ഒരു കോളം തന്നെയാണ്. ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ഇങ്ങനെ രണ്ട് കോളമാണ്. അതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് പൈസ കണക്കൊന്നും വരത്തില്ല. ഇതൊറ്റ കോളമാണ്. ഈ നടുക്ക് ഡിവിഷൻ ഇല്ല, നടുക്ക് ഡിവിഷൻ വരത്തില്ല. ജസ്റ്റ് ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം. അപ്പോൾ ഹെഡിങ് വരുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ആദ്യം ഒരു ഡേറ്റ് കോളം, ഇങ്ങനെ വലിയൊരു പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ ഒരു LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഈ നടുക്കുള്ള വര വേണ്ട, ഇത് വേണ്ട കേട്ടോ. ഞാൻ വീണ്ടും പറയുവാണ്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ കോളമാണ്. അതിൻ്റെ നടുക്കുള്ള ഈ വരയുണ്ടല്ലോ, ഈ വര ഇത് വേണ്ട.
കാര്യം രൂപ പൈസ എഴുതാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് പൈസ കണക്കൊന്നും അധികം വരത്തില്ല. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ജേണൽ വരയ്ക്കുമ്പോൾ ഈ പൈസ എന്നൊരു ഏർപ്പാടില്ല. അപ്പോൾ ജേണൽ വരയ്ക്കുന്ന എങ്ങനെയാണ്, ബുക്ക് എടുത്ത് വേണമെങ്കിൽ ഒന്ന് വരച്ച് പഠിച്ചോ. ആദ്യം ഒരു ഡേറ്റ് കോളം, ഒരു വലിയ പർട്ടിക്കുലേഴ്സ് കോളം, ഒരു കുഞ്ഞ് LF കോളം, പിന്നെ 2 കോളം ഡെബിറ്റിൻ്റെ എമൗണ്ടും ക്രെഡിറ്റിൻ്റെ എമൗണ്ടും. ഇതാണ് ഫോർമാറ്റ്. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ താഴേക്ക് എൻട്രി പോകുമ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് വരച്ച് പോകും. താഴോട്ട് ഇങ്ങനെ വരച്ച് എഴുതി പോകും. എത്ര ട്രാൻസാക്ഷൻ ഉണ്ടോ അത്രയും താഴേക്ക് ഇങ്ങനെ വരച്ച് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജേണൽ വരയ്ക്കുന്നത്. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ജേണൽ എന്ന് വിളിക്കുന്നത്. ഇത്രയൊക്കെയാണ്. ഇനി എങ്ങനെയാണ് ജേണലിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോണത്? ഐശ്വര്യമായിട്ട് ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് തുടങ്ങിക്കോ. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേര് ജേണൽ. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്നാണ്. അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. അപ്പോൾ ആദ്യമായിട്ട് ട്രാൻസാക്ഷൻസ് ബുക്കിലോട്ട് എടുത്തെഴുതുന്നതിനെയാണ് റെക്കോർഡിംഗ് എന്ന് വിളിക്കുന്നത്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ബുക്കിലാണ്? ജേണലിലാണ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ പഠിപ്പിച്ച ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ഉപയോഗിച്ച് ജേണൽ വരയ്ക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ജേണലിൽ കാര്യങ്ങൾ എടുത്തെഴുതുന്നത്? ജേണലിൻ്റെ ഫോർമാറ്റ് പഠിച്ചല്ലോ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ശരി, നമുക്കൊരു ജേണൽ സാമ്പിൾ നോക്കാം. ഇവിടെ കുറേ ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. ജനുവരി മാസം 21-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള കുറേ ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയാണ്. അതായത് ജേണലിൽ എൻട്രികൾ പോസ്റ്റ് ചെയ്യുക. ജേണലിലേക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. നമുക്ക് നോക്കാം. സിമ്പിൾ കാര്യമാണ്, വളരെ നിസ്സാരമാണ്, എളുപ്പത്തിൽ തന്നെ പറഞ്ഞുതരാവുന്നേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഇങ്ങനെ ട്രാൻസാക്ഷൻ കണ്ടത് ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9 ട്രാൻസാക്ഷൻ ഉണ്ട്. 9 ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ബുക്കിൽ, ഒരു വലിയ ബുക്കൊക്കെ ആണെങ്കിൽ മിനിമം ഒരു പേജിലെങ്കിലും ജേണൽ വരച്ച് നീട്ടിയെടുക്കേണ്ടി വരും. ഇങ്ങനൊരു ജേണൽ വരച്ചിട്ടെ ഈ വര ഇങ്ങനെ താഴോട്ട് പോകണം. താഴോട്ട് വരയ്ക്കുക. ഒരു പേജെങ്കിലും അങ്ങ് വരച്ചിട്ട് ഒരു ജേണൽ അങ്ങ് വരച്ചേ. എൻ്റെ കൂടെ ഫോളോ ചെയ്ത് വരിക. നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ക്ലാസ് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ജേണൽ ബുക്ക് എടുത്ത് വരയ്ക്ക്. നല്ലതുപോലെ ജേണൽ എന്ന് ഹെഡിങ് കൊടുക്കണേ. ജേണൽ എന്ന് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് ജേണൽ എന്ന് ഹെഡിങ് കൊടുത്ത് ഇതുപോലെ വരച്ച് ഒരു ഫുൾ പേജ് ആയിക്കോട്ടെ. 9 ട്രാൻസാക്ഷൻ ഒരു ഫുൾ പേജ് എടുക്കണേ. ആ ഫുൾ പേജ് എടുത്തിട്ട് ഇതുപോലെ ജേണൽ വരയ്ക്കുക. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച്. അത് ശീലമാക്കണം. നിങ്ങളിപ്പോൾ പേനായിട്ട് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖം പിടിച്ചു. പിന്നെ പരീക്ഷയ്ക്ക് പെട്ടെന്ന് പെൻസിൽ ഉപയോഗിച്ച് യൂസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ജേണൽ വരച്ചാൽ ഒരു ബുക്കിൽ ഒരു പേജ് നിറയെ ഇതുപോലെ ജേണൽ വരച്ചു. ശരി, ആദ്യത്തെ ട്രാൻസാക്ഷൻ വായിക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 3000 രൂപ. 3000 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി എന്നാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 3000. അതായത് നമ്മൾ പൈസ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. ആലോചിക്കുക, പൈസ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. എന്ത് പുറത്തേക്ക് പോയി? പൈസ പുറത്തേക്ക് പോയി. എന്തകത്തേക്ക് വന്നു? ഫർണിച്ചർ അകത്തേക്ക് വന്നു. ഇതല്ലേ ഇവിടെ നടന്നത്. പൈസ പുറത്തേക്ക് പോയി, ഫർണിച്ചർ അകത്തേക്ക് വന്നു. പൈസ എന്ന് പറയുന്നത് നമ്മുടെ 5 ഹെഡിൽ ഏതിനകത്ത് വരും? പണം, അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. ഫർണിച്ചറോ അസറ്റ് തന്നെ. അപ്പോൾ ഒരു അസറ്റ് കുറഞ്ഞു, ഒരു അസറ്റ് കൂടി എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, ഫർണിച്ചർ എന്ന അസറ്റ് കൂടി ആണല്ലോ. അസറ്റിൻ്റെ റൂൾ എന്താ? അസറ്റ് കൂടുമ്പോൾ ഏത് അസറ്റാണോ കൂടിയത് അതിനെ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് കുറയുമ്പോൾ ഏത് അസറ്റാണോ കുറഞ്ഞത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നല്ലേ. ആ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഡേറ്റ് കോളത്തിൽ ആദ്യം ഡേറ്റ് ഇടണം. ഇട്ടല്ലോ. 2004 ജനുവരി 21. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഇടുക. വേറെ ഒന്നും ഇപ്പം നോക്കണ്ട. പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഇടുക. എന്നിട്ട് അസറ്റ് ഏതാണ് കൂടിയത്? ഫർണിച്ചർ എന്ന അസറ്റല്ലേ ബിസിനസ്സിലേക്ക് വന്നത്. ഏത് അസറ്റാ കുറഞ്ഞത്? ക്യാഷ് എന്ന അസറ്റ്. സോ ഓർക്കുക, എപ്പോഴും ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് ആദ്യം പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആദ്യം എന്താണോ ഡെബിറ്റ് ചെയ്യേണ്ടത് അതാണ് ആദ്യം എഴുതേണ്ടത്. ഇവിടെ ഏതിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഫർണിച്ചറിനാണ് ഡെബിറ്റ്. കാര്യം എന്താ? ഫർണിച്ചർ എന്ന അസറ്റാണ് കൂടിയത്. സോ
ഫർണിച്ചർ ആദ്യം എഴുതുക. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആദ്യം ഫർണിച്ചർ എന്ന് എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഫർണിച്ചർ കൂടി ക്യാഷ് കുറഞ്ഞു എന്നല്ലേടോ. അപ്പോൾ ഫർണിച്ചർ കൂടി ക്യാഷ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അസറ്റിൻ്റെ റൂൾ അനുസരിച്ച് കൂടിയത് ഫർണിച്ചറാണ്. ഓക്കെ, അപ്പോൾ ഫർണിച്ചറിനാണ് ഡെബിറ്റ്. അസറ്റ് കൂടുമ്പോഴാണ് ഡെബിറ്റ്. ഓക്കെ, അപ്പോൾ അസറ്റ് കൂടി. ഏത് അസറ്റ് കൂടി? ഫർണിച്ചറാണ് കൂടിയത്. സോ ഫർണിച്ചറിന് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ എന്ന വാക്കാണ് ആദ്യം എഴുതേണ്ടത്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആദ്യം ഫർണിച്ചർ എന്ന് എഴുതണം. ഓക്കെ, ഡെബിറ്റ് ആണെന്ന് സൂചിപ്പിക്കാനായിട്ട് ഇങ്ങ് വലത്തേ അറ്റം DR എന്ന് എഴുതിയേക്കുക. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിനാണ് ഡെബിറ്റ് എന്ന് മനസ്സിലായി. ഫർണിച്ചർ അക്കൗണ്ടിനോട് ചേർത്തല്ല, ഇങ്ങേ അറ്റം വലത്തേ അറ്റം കൊണ്ടുവന്നേ DR എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ്. എന്നിട്ട് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ഫർണിച്ചറിൻ്റെ നേർക്ക് 3000 എന്ന് എഴുതണം. ഈ ലൈൻ ഒന്നും വിട്ടു പോകരുത്. ഫോർമാറ്റ് അനുസരിച്ച് ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം എന്നല്ലേ. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇവിടെ ഫർണിച്ചറിനാണ് ഡെബിറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഫർണിച്ചർ അക്കൗണ്ടാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ആദ്യം എഴുതുന്നത് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് എന്താണോ അത് ആദ്യം എഴുതുക. ഫർണിച്ചർ അക്കൗണ്ട് DR എന്ന് എഴുതിയിരുന്നാൽ മതി. അതിൻ്റെ നേർക്ക് വേണം, ആ ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ നേർക്ക് നിൽക്കണം ഡെബിറ്റ് സൈഡിലെ എമൗണ്ട്. ഫർണിച്ചർ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 3000. സോ ദേ ഇങ്ങനെ ഫർണിച്ചറിൻ്റെ നേർക്ക് തന്നെ നിൽക്കണം. കണ്ടോ, ആ ലൈൻ തെറ്റിക്കരുത്. ഇനി ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ എന്തിനാ ക്രെഡിറ്റ്? ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടാവണമല്ലോ. എന്തിനാ ക്രെഡിറ്റ്? ഏത് അസറ്റാണോ കുറഞ്ഞത്. ഇവിടെ അസറ്റ് കൂടി അസറ്റ് കുറഞ്ഞു എന്നല്ലേ. ഏത് അസറ്റാ കൂടിയത്? തെറ്റിക്കല്ലേ. ഏത് അസറ്റാ കൂടിയത്? ഫർണിച്ചർ. അതുകൊണ്ട് ഫർണിച്ചറിന് ഡെബിറ്റ്. അസറ്റിൻ്റെ റൂളാണോ? അസറ്റിൻ്റെ റൂൾ അനുസരിച്ച് അസറ്റ് കൂടുമ്പോൾ ആ കൂടിയ അസറ്റ് ഏതാണോ അതിന് ഡെബിറ്റ്. ഫർണിച്ചറിന് ഡെബിറ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? ക്യാഷിനാണ്. കാര്യം ക്യാഷ് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞു എന്നാണ്. ക്യാഷ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു. അപ്പോൾ അത് താഴെ എഴുതണം. ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് താഴെ എഴുതണം. പക്ഷേ താഴെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫർണിച്ചറിൻ്റെ നേരെ താഴെ വരരുത്. ആ എഫ് എന്നല്ലേ, ഫർണിച്ചറിൻ്റെ എഫ് കണ്ടോ? ആ എഫിൻ്റെ താഴെ, തൊട്ട് താഴെ അല്ല സിയുടെ, ക്യാഷിൻ്റെ സി കിടക്കുന്നത്. കുറച്ച് വലത്തേക്ക് തള്ളി എഴുതണം. അത് റൂളാണ്. ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് എഴുതുന്നതിൻ്റെ നേരെ നൂല് പിടിച്ച് തൊട്ട് താഴെ വരരുത്. കണ്ടോ, കുറച്ച് വലത്തോട്ട് നിൽക്കുന്നുണ്ടോ? ഈ ഗ്യാപ്പ് കണ്ടോ, കുറച്ച് ഗ്യാപ്പ് കണ്ടോ? ആ ഗ്യാപ്പ് അവിടെ വരണം. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം താഴെ കുറച്ച് വലത്തേക്ക് നിൽക്കണം. പക്ഷേ ഇവിടെ CR എന്നൊന്നും എഴുതണ്ട. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റാണ്, താഴെ എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റാണ്. കാര്യം ഡെബിറ്റും ക്രെഡിറ്റും അല്ലേ ഉള്ളൂ. അപ്പോൾ ഫർണിച്ചർ ഡെബിറ്റ് ആണെന്ന് എഴുതിയിട്ട് പിന്നെ ക്യാഷ് ക്രെഡിറ്റ് ആണെന്ന് എഴുതണ്ട. അത് നോക്കുന്നവർക്ക് മനസ്സിലാവും. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ ക്രെഡിറ്റിൻ്റെ നേർക്ക് വേണം ക്രെഡിറ്റിൽ എമൗണ്ട് എഴുതാൻ, മേളിൽ പോകരുത്. കണ്ടോ, 3000 ഒരേ ലൈനിലല്ല. ഡെബിറ്റിൻ്റെ നേർക്ക് ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റിൻ്റെ നേർക്ക് ക്രെഡിറ്റ് എമൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ എൻട്രികൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ആയിരുന്നു, നമ്മൾ പൈസ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. ഓക്കെ, ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി, ഫർണിച്ചർ വന്നു. രണ്ടും അസറ്റാണെന്ന് മനസ്സിലാക്കുക. ഫർണിച്ചർ വന്നു അല്ലേ, ഫർണിച്ചർ അസറ്റാണ്. ക്യാഷ് പോയി, ക്യാഷും അസറ്റാണ്. സോ ഫർണിച്ചർ എന്ന അസറ്റ് കൂടി, അപ്പോൾ ഫർണിച്ചറിന് ഡെബിറ്റ്. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, ക്യാഷിന് ക്രെഡിറ്റ്. ഇനി അതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? യെസ്, ഡെബിറ്റാണ് ആദ്യം എഴുതേണ്ടത്. എപ്പോഴും അങ്ങനെയാണ്. ജേണലിൽ എപ്പോഴും ഡെബിറ്റാണ് ആദ്യം എഴുതേണ്ടത്. സോ ഫർണിച്ചറിന് ഡെബിറ്റ്, അതിൻ്റെ നേർക്ക് എമൗണ്ട് എഴുതി. ഫർണിച്ചറിന് ഡെബിറ്റ് ആണെങ്കിൽ ആർക്കാണ് ക്രെഡിറ്റ്? ക്യാഷിനാണ് ക്രെഡിറ്റ്. സോ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തു, എമൗണ്ട് എഴുതി. തീർന്നിട്ടില്ല. ബ്രാക്കറ്റിൽ ഇത് എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻ അതുപോലെ ഒന്ന് കോപ്പി ചെയ്ത് വെക്കണം. അതിനെ നരേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ജേണൽ എൻട്രി എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം വായിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. കാര്യം നിങ്ങളൊരു ജേണൽ പാസ് ചെയ്തിടുമ്പോൾ ആ ക്വസ്റ്റ്യനും കൂടെ ഒത്തു നോക്കാതെ തന്നെ ഈ ജേണൽ നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവണം ഇയാൾ എന്തിൻ്റെ എൻട്രിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ ആ ചോദ്യം അതുപോലെ അങ്ങ് കോപ്പി ചെയ്താൽ മതി. ആ ചോദ്യം എടുത്ത് ഒന്നും കൂടെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതിനെയാണ്
നരേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ജേണൽ എന്താണ്, ഈ ജേണലിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾ ആ എൻട്രിയുടെ താഴെ പറയുവാണ്. ഓക്കെ, അതിനെ വിളിക്കുന്നത് NARRATI, നരേഷൻ. NARRATION, ജേണലിനകത്ത് വരുന്നൊരു കാര്യമാണ് നരേഷൻ. അപ്പോൾ ജേണൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഡേറ്റ് ഇട്ടിട്ട് ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ ട്രാൻസാക്ഷനിൽ നിന്ന് മനസ്സിലാക്കണം ഇത് ഏതൊക്കെ അക്കൗണ്ടുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ ഇപ്പോൾ പൈസ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി എന്ന് പറയുമ്പോൾ വന്നത് ഫർണിച്ചറാണ്, പോയത് ക്യാഷാണ്. രണ്ടിനും അസറ്റുമായിട്ട് ബന്ധം. അസറ്റിൻ്റെ റൂൾ അനുസരിച്ച് അസറ്റ് കൂടുമ്പോൾ ആ കൂടിയ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുമ്പോൾ ആ കുറഞ്ഞ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇത്രേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ഈ റൂൾ അനുസരിച്ചാണ് ഈ എൻട്രി ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് നോക്കാം. 22-ാം തീയതിയാണ്, ജനുവരി മാസം 22-ാം തീയതിയാണ്. സോൾഡ് മെഷീനറി ഫോർ ക്യാഷ് 6000 രൂപ. ഒന്നും കൂടെ, സോൾഡ് മെഷീനറി ഫോർ ക്യാഷ് 6000 എന്ന് പറഞ്ഞാൽ എന്താ? മെഷീനറി വിറ്റു, പൈസ കിട്ടിയെന്നാണ്. സോൾഡ് എന്ന് പറഞ്ഞാൽ വിൽപ്പന എന്നാണ്. സോൾഡ് മെഷീനറി, മെഷീനറി വിറ്റു, പൈസയ്ക്ക് വേണ്ടി മെഷീനറി വിറ്റു, പൈസയ്ക്ക് വേണ്ടി മെഷീനറി വിറ്റു. ഓക്കെ, ആലോചിക്ക്, പൈസയ്ക്ക് വേണ്ടി മെഷീനറി വിറ്റു. ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ബിസിനസ്സിലേക്ക് പൈസ വന്നു. ബിസിനസ്സിലേക്ക് പൈസ വന്നു. ബിസിനസ്സിൽ നിന്ന് എന്ത് പോയി? മെഷീനറി പോയി. അപ്പോൾ ബിസിനസ്സിലേക്ക് പൈസ വന്നു, മെഷീനറി പോയി. അപ്പോൾ വന്നതും പോയതും അസറ്റുമായിട്ട് തന്നെയാണ് ബന്ധം. വന്നതിനും പോയതിനും അസറ്റുമായിട്ട് തന്നെയാണ് ബന്ധം. അപ്പോൾ അസറ്റിൻ്റെ റൂൾ അനുസരിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഡേറ്റ് ഇട്, എന്നിട്ട് ശരി, നമുക്കിവിടെ എന്താ വന്നത്? ക്യാഷ് വന്നു, മെഷീനറി പോയി. ക്യാഷ് കൂടി, മെഷീനറി കുറഞ്ഞു എന്നല്ലേ? ക്യാഷ് വന്നു, മെഷീനറി പോയി. അസറ്റിൻ്റെ റൂൾ അനുസരിച്ച്, അസറ്റ് റൂൾ അനുസരിച്ച് എന്താണോ വന്നത് അല്ലെങ്കിൽ എന്താണോ ബിസിനസ്സിൽ കൂടിയത് അതിനാണല്ലോ ഡെബിറ്റ്. അസറ്റ് കൂടുന്നതിനല്ലേ ഡെബിറ്റ്. ക്യാഷിന് ഡെബിറ്റ് 6000, ക്യാഷിന് ഡെബിറ്റ്. കാര്യം ക്യാഷാണ് വന്നത്. എന്താണ് വന്നത്? ക്യാഷാണ് വന്നത്. അപ്പോൾ അസറ്റ് കൂടി. എന്ത് അസറ്റ് കൂടി? ക്യാഷ് എന്ന അസറ്റ് കൂടി. അപ്പോൾ ക്യാഷിന് ഡെബിറ്റ്. എന്ത് അസറ്റാ കുറഞ്ഞേ? ഏത് അസറ്റാ പോയത്? മെഷീനറി എന്ന അസറ്റ് കുറഞ്ഞു. മെഷീനറി എന്ന അസറ്റ് കുറഞ്ഞു, മെഷീനറിക്ക് ക്രെഡിറ്റ്. കണ്ടോ, ഇതാണ് റൂള്. മെഷീനറിക്ക് ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷ് എന്ന അസറ്റ് വന്നു, അതായത് ഒരു അസറ്റാണ്. ക്യാഷ് എന്ന അസറ്റാണ് വന്നത്. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്. അപ്പോൾ ക്യാഷിന് ഡെബിറ്റ്. മെഷീനറി എന്ന അസറ്റാണ് പോയത്, അപ്പോൾ അസറ്റ് കുറഞ്ഞു. മെഷീനറി എന്ന അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷിന് ഡെബിറ്റ്, മെഷീനറിക്ക് ക്രെഡിറ്റ്. ഇങ്ങനെയാണ് ആ എൻട്രി ഇടുന്നത്. മൂന്നാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പൈസ കൊടുത്ത് സാധനം വാങ്ങി, ഇത്രയേ ഉള്ളൂ. പൈസ കൊടുത്തു, സാധനം വാങ്ങി. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. എടോ, സാധനം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചൊരു ചെലവാണ്. ഞാനത് ആവർത്തിച്ച് പറയുവാണ്. ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ചിലവ് തന്നെ സാധനം വാങ്ങി വെക്കുന്നതാണ്. ഒരു ബിസ്ക്കറ്റ് കച്ചവടക്കാരൻ്റെ ഏറ്റവും വലിയ ചിലവ് എന്താ? ബിസ്ക്കറ്റ് വാങ്ങി വെക്കുന്നതാണ്. ഒരു പേന കച്ചവടക്കാരൻ്റെ ഏറ്റവും വലിയ ചിലവ് എന്താണ്? ആ പേന വാങ്ങി വെക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു ചിലവാണ്. വാങ്ങൽ, ബിസിനസ്സിൽ സാധനങ്ങൾ വാങ്ങി വെക്കുന്നത് ഒരു ചിലവാണ്. അപ്പോൾ പർച്ചേസ് എന്ന ഒരു ചിലവുണ്ടായി. എക്സ്പെൻസ്. പർച്ചേസ് എന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ റൂൾ എന്താ? അത് പഠിച്ചേ പറ്റത്തോളെ. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റാണ്. ഇവിടെ പർച്ചേസ് എന്നൊരു ചെലവുണ്ടായി. അപ്പോൾ പർച്ചേസ് എന്ന ചെലവ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പർച്ചേസിന് ഡെബിറ്റ്. മനസ്സിലാവും? എക്സ്പെൻസ് കൂടിയുടെ ഒരു എക്സ്പെൻസ് ഉണ്ടായി. എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ ഡെബിറ്റാണ്. എക്സ്പെൻസിൻ്റെ പേരെന്താ? പർച്ചേസ്, വാങ്ങൽ. പർച്ചേസ് എന്നാണ് ആ എക്സ്പെൻസിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ പർച്ചേസ് എന്ന എക്സ്പെൻസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പർച്ചേസിനാണ് ഡെബിറ്റ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്ത് കൊടുത്താ സാധനം വാങ്ങിയത്? നമുക്ക് സാധനം വാങ്ങി, പർച്ചേസ്, ചിലവുണ്ടായി. നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ പർച്ചേസിന് ഡെബിറ്റ്, ക്യാഷിന് ക്രെഡിറ്റ്. പർച്ചേസിന് ഡെബിറ്റ്, ക്യാഷിന് ക്രെഡിറ്റ്. എപ്പോഴും ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി വെച്ചേക്കണം. പിന്നൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഓരോ എൻട്രി കഴിയുമ്പോഴും
ഓരോ എൻട്രി കഴിയുമ്പോഴും പർട്ടിക്കുലേഴ്സ് കോളം മാത്രമേ അണ്ടർലൈൻ ചെയ്യാവൂ. ഒരിക്കൽ കൂടെ, ഓരോ എൻട്രി കഴിയുമ്പോഴും പർട്ടിക്കുലേഴ്സ് കോളം മാത്രമേ അണ്ടർലൈൻ ചെയ്യാവൂ. അല്ലാതെ അങ്ങോട്ടങ്ങ് വരച്ചുകൊണ്ട് പോവരുത്. പർട്ടിക്കുലേഴ്സ് കോളം മാത്രമേ അണ്ടർലൈൻ ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തെ എങ്ങനെയായിരുന്നു? സാധനങ്ങൾ വാങ്ങി. സാധനം വാങ്ങുന്നത് നമുക്കൊരു ചിലവാണ്. ആ ചിലവിൻ്റെ പേരാണ് പർച്ചേസ്. ആ ചിലവിൻ്റെ പേര് പർച്ചേസ്. എക്സ്പെൻസ് കൂടി, അപ്പോൾ ഡെബിറ്റ്. പർച്ചേസിന് ഡെബിറ്റ്. നമ്മൾ എന്ത് കൊടുത്താൽ പർച്ചേസ് ചെയ്ത്? ക്യാഷ് കൊടുത്ത്. ക്യാഷ് ഒരു അസറ്റ് അല്ലേ? ആ അസറ്റ് കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു, ക്രെഡിറ്റ്. അപ്പോൾ പർച്ചേസ് ഡെബിറ്റ്, ക്യാഷിന് ക്രെഡിറ്റ്. ഇത് 3 വെച്ചിട്ട് ഞാനൊന്ന് നിർത്തിയിട്ട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് എൻട്രി ഇട്ട് വരേണ്ടത്? നിങ്ങളിത് ഒരു എൻട്രി കഴിഞ്ഞിട്ട് അയ്യോ കുറച്ച് പാടണമെങ്കിൽ ഓക്കെ, ഒരു എൻട്രി കൊണ്ടത് നിങ്ങളെ വിലയിരുത്തരുത്. ഇതാ ഞാൻ പറയുന്നത്, മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത്ര എൻട്രി പഠിപ്പിച്ചില്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ടെക്സ്റ്റിലുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വേണ്ട, ഈ പറയുന്ന ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. അല്ലാതെ ഒരു തവണ കേട്ടിട്ട് ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മളൊന്നും ഇത് ഒരു വട്ടം പഠിച്ചെടുത്തവരൊന്നും അല്ല. ഒരൊറ്റ തവണ കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നതും മനസ്സിലായി എന്ന് പറയുന്നതും മണ്ടത്തരമാണ്. എൻ്റെ ക്ലാസ് ഇപ്പോൾ കേട്ടിട്ട് നിങ്ങൾ പറയുവാണ് എനിക്കെല്ലാം മനസ്സിലായി, മണ്ടത്തരം. നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ല. ആ സമയത്ത് ഞാൻ ആ പറയുന്ന കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം. രണ്ടും ഞാൻ അംഗീകരിക്കത്തില്ല. എൻ്റെ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ പറയുവാണ് ഒന്നും മനസ്സിലാവുന്നില്ല, ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. കാര്യം നിങ്ങളിത് ശ്രമിച്ച് നോക്കണം, സ്വന്തമായിട്ട് ശ്രമിച്ച് നോക്കണം. ഇനി ക്ലാസ് കേട്ടിട്ട് ഇതൊക്കെ ഇത്രയേ ഉള്ളല്ലേ മനസ്സിലായി, അതും മണ്ടത്തരമാണ്. സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് തെറ്റുകൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ 3 എൻട്രി മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ എഴുതുന്നതെന്ന് റൂൾ അനുസരിച്ച്? അപ്പോൾ ഈ റൂള്, എൻട്രി ഇതെല്ലാം കൂടി ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം കൂടി ഇങ്ങനെയാണോ? ഒരു 15 എൻട്രിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ താനെ അങ്ങ് പഠിക്കും. പിന്നെ നിങ്ങളിങ്ങനെ റൂളൊന്നും പറയത്തില്ല, എല്ലാം നിങ്ങളുടെ തലച്ചോറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഞാനിപ്പോൾ ആക്ച്വലി നിങ്ങളെ ഈ എൻട്രി പഠിപ്പിക്കാൻ വേണ്ടിയാണ് റൂൾ എടുത്ത് പറയുന്നത്. ഞാനല്ലാതെ എൻട്രി ഇടുന്നത് റൂൾ ഓർത്തിട്ടൊന്നുമല്ല, ജസ്റ്റ് നമ്മളെ മനസ്സിലാൻ കയറി വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 എൻട്രി നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ജേണൽ എൻട്രി വായിക്കാൻ പഠിപ്പിക്കാം. അതെന്താ വായിക്കാൻ എത്ര ബുദ്ധിമുട്ട്? ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റാണ്, ക്യാഷിന് ക്രെഡിറ്റാണ്, ഇങ്ങനല്ലേ വായിക്കേണ്ടത്? അല്ല, ഈ ജേണൽ എൻട്രി വായിക്കുന്നതിന് രീതിയുണ്ട്. ആദ്യത്തെ എൻട്രി വായിക്കുന്നത് ഇങ്ങനെ, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ എന്നാണ് വായിക്കുന്നത്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇവിടെ ഒരു ടു എന്നും കൂടെ വായിക്കണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഇങ്ങനെയാണ് വായിക്കുന്നത്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അടുത്തത് ഇപ്പോൾ ഒന്ന് വായിച്ചേ, നിങ്ങളൊന്ന് വായിച്ചേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. അടുത്ത നിങ്ങളൊന്ന് വായിച്ചേ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇങ്ങനെയാണ് ജേണൽ വായിക്കുന്നത്. ഒന്നും കൂടെ വായിക്കാം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അടുത്തത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി, അടുത്തത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇങ്ങനെയാണ് ജേണൽ വായിക്കേണ്ടത്. അപ്പോൾ ടീച്ചേഴ്സ് പറയുവാണ്, രണ്ടാമത്തെ എൻട്രി ഒന്ന് വായിച്ചേ. നിങ്ങളോട് പറയാം, രണ്ടാമത്തെ എൻട്രി ഒന്ന് വായിച്ചേ എന്ന് പറയും. വേണ്ടിയിട്ട് വന്നിട്ട് ഓക്കെ ടീച്ചറെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി എന്ന് വായിക്കണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്നവിടെ ഉണ്ട്. ആ ടു വായിക്കുമ്പോൾ നമ്മളത് പറയണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. രണ്ടാമത്തിൽ മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നോർമലി നമ്മൾ ഈ ക്രെഡിറ്റിൻ്റെ കൂടെ അക്കൗണ്ട് ചേർത്ത് അങ്ങനെ പറയില്ല, കാര്യം അവിടെ അക്കൗണ്ടൊന്നും ഉണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. പെട്ടെന്ന് മൂന്നാമത്തെ എൻട്രി ഒന്ന് വായിച്ചേ. മൂന്നാമത്തെ എൻട്രി വായിച്ചേ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ എൻട്രി ഇടുന്നത് മനസ്സിലായി വരുന്നുണ്ടല്ലോ. ആദ്യത്തെ 3 എൻട്രിയിൽ നിന്ന് മനസ്സിലായി, എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ജോലികളുണ്ട്. മനസ്സിലായത്? ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മൊത്തം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്കിൽ ഇനി സ്വന്തമായിട്ട് ചെയ്യണം. അപ്പം തെറ്റട്ടെ, വീണ്ടും സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോഴും തെറ്റുമെങ്കിൽ ശരിയാവുന്നിടം വരെ ചെയ്യാനുള്ള വാശി കാണിക്കണം. അല്ലാതെ ഒരു തവണ ചെയ്ത് തെറ്റിയിട്ട് എന്തൊരു പാട് സബ്ജക്റ്റാണിത് അങ്ങനെ വിചാരിച്ചെങ്കിൽ ഞാനും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കത്തില്ലല്ലോ. അപ്പോൾ 3 എണ്ണം കഴിഞ്ഞല്ലോ. 4-ാമത്തത് 25-ാം തീയതി. ഇനി നിങ്ങൾ പതുക്കെ പറഞ്ഞു തുടങ്ങണം. നിങ്ങൾ മനസ്സിൽ പറഞ്ഞു തുടങ്ങണം. 25-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റു എന്നാ. സാധനങ്ങൾ വിറ്റു, പൈസയ്ക്ക് വേണ്ടി സാധനങ്ങൾ വിറ്റു. അതാണല്ലോ നമ്മുടെ കച്ചവടം. ബുക്ക് കച്ചവടക്കാരൻ്റെ ജോലി ബുക്ക് വിൽക്കലും, ബിസ്ക്കറ്റ് കച്ചവടക്കാരൻ്റെ ജോലി ബിസ്ക്കറ്റ് വിൽക്കലും, പേന കച്ചവടക്കാരൻ്റെ ജോലി പേന വിൽക്കലും ആണല്ലോ.
അപ്പോൾ 25-ാം തീയതി സാധനങ്ങൾ വിറ്റു, 4500 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു അല്ലേ? 4500 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു. എടോ, ഈ സാധനം വിൽക്കുന്നില്ലേ ഏറ്റവും വലിയ വരുമാനം? പോയിന്റ്. സാധനങ്ങൾ വിൽക്കുന്നില്ലേ ഏറ്റവും വലിയ ഇൻകം? അപ്പം സെയിൽസ് ആണ്. സോൾഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സെയിലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സോൾഡ്. സെയിൽ, വിൽപ്പന. സെയിലാണ് ഏറ്റവും വലിയ ഇൻകം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് സെയിലാണ് ഏറ്റവും വലിയ ഇൻകം. അപ്പോൾ ഇവിടെ സെയിൽ എന്നൊരു ഇൻകം ഉണ്ടായി. വിൽപ്പന, സെയിൽ എന്ന പേരിൽ ഒരു ഇൻകം ഉണ്ടായി. ഇൻകത്തിൻ്റെ റൂൾ എന്താ? ഇൻകം ഉണ്ടാകുമ്പോൾ, ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്. ഇൻകം വരുമ്പോൾ, വരുമാനം ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ആണ്. അപ്പം സെയിൽ എന്നൊരു ഇൻകം ഉണ്ടായി. ഇൻകം ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ആണ്. നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാധനം വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും, ക്യാഷ് കിട്ടും. അപ്പം ക്യാഷ് വരും. അപ്പം ക്യാഷ് വരും, ഒരു അസറ്റ് വരും. അപ്പം ക്യാഷ് വരുമ്പോൾ ക്യാഷിന് ഡെബിറ്റ്. ക്യാഷ് എന്ന അസറ്റ് വരുന്നു, സെയിൽ എന്ന ഇൻകം ഉണ്ടാകുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പം സെയിൽ എന്ന ഇൻകവും ഉണ്ടായി, നമുക്ക് ക്യാഷും കിട്ടി. ഒന്ന് ആലോചിച്ചോക്കെ, സെയിൽ എന്ന ഇൻകം ഉണ്ടായി, നമുക്ക് ക്യാഷും കിട്ടി. ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷിന് ഡെബിറ്റാണ്, കാര്യം അസറ്റ് വന്നു. വരുമാനം, സെയിൽ കിട്ടി, സെയിലിന് ക്രെഡിറ്റ് ആണ്. ക്യാഷ് കിട്ടുന്നു, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റാണ്. സെയിൽ നടന്നു, വരുമാനമുണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ. ഓക്കെ. 26-ാം തീയതി പെയ്ഡ് വേജസ്. 26-ാം തീയതി പെയ്ഡ് വേജസ്. കൂലി കൊടുത്തു. വേജസ് എന്ന് പറഞ്ഞാൽ കൂലി, കൂലി കൊടുത്തു. ഈ വേജസ് അഥവാ കൂലി കൊടുക്കുന്നത് ചെലവല്ലേ? അല്ലേ? വേജസ് കൊടുക്കുന്നത് ചെലവാണ്. കൂലി കൊടുത്തു എന്ന് പറയുന്നത് ഒരു ചെലവാണ്. അപ്പം ചെലവിൻ്റെ പേര് വേജസ്. അപ്പോൾ വേജസ് എന്ന പേരിൽ ഒരു ചെലവുണ്ടായി അല്ലേ? മനസ്സിലായില്ലേ? നമ്മുടെ ബിസിനസ്സിൽ വേജസ് എന്ന പേരിൽ ഒരു ചെലവുണ്ടായി. വേജസ് കൊടുക്കുന്നത് ക്യാഷായിട്ടല്ലേ? അപ്പോൾ വേജസ് എന്നൊരു ചെലവും ഉണ്ടായി, അതുവഴി നമ്മുടെ പൈസയും പോയി. വേജസ് എന്നൊരു ചെലവ് കാരണം നമ്മുടെ പൈസ പോയി. എക്സ്പെൻസിൻ്റെ റൂള്, ചെലവുണ്ടാകുമ്പോൾ ഡെബിറ്റാണ്. എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുക. കയ്യിൽ നിന്ന് പൈസ പോയുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ക്യാഷ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ വേജസ് എന്ന എക്സ്പെൻസ് ഉണ്ടായി, ഡെബിറ്റ്. കയ്യിൽ നിന്ന് പൈസ പോയി, ക്യാഷിന് ക്രെഡിറ്റ്. വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പെയ്ഡ് സാലറി, ഇതേ കാര്യം തന്നെ. പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ ശമ്പളം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വേജസും സാലറി ഒന്നാണോ? രണ്ടും തൊഴിലാളികൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ ഒറ്റയടിക്കങ്ങ് പറയട്ടെ, വേജസ് എന്ന് പറഞ്ഞാൽ ദിവസക്കൂലി, വേജസ് എന്ന് പറഞ്ഞാൽ ദിവസക്കൂലി. സാലറി എന്ന് പറഞ്ഞാൽ മാസശമ്പളം. അതാണ് വ്യത്യാസം. കൂലിയാണ് വേജസ്, കൂലി. ശമ്പളമാണ് സാലറി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ മാസാമാസം മേടിക്കുന്നതിനെ കൂലി വാങ്ങി എന്നല്ലല്ലോ, ശമ്പളം വാങ്ങി എന്നല്ലേ പറയുന്നത്. ഡെയിലി പോയി മേടിക്കുന്നതിനല്ലേ ഇന്നത്തെ കൂലി കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ വേജസ് എന്ന് പറഞ്ഞാൽ കൂലി, സാലറി എന്ന് പറഞ്ഞാൽ ശമ്പളം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് രണ്ടും ചിലവാണ്. അപ്പോൾ വേജസ് എന്ന് പറയുമ്പോൾ വേജസിന് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റുമാണെങ്കിൽ അതേപോലെ തന്നെയാണ് സാലറിയും. സാലറി എന്ന ചെലവിന് ഡെബിറ്റ്, ക്യാഷിന് ക്രെഡിറ്റ്. അപ്പോൾ സാലറിക്ക് ഡെബിറ്റ്, ക്യാഷിന് ക്രെഡിറ്റ്. കാര്യം എന്താ? സാലറി എന്ന എക്സ്പെൻസ് ഉണ്ടായി, അതുവഴി കയ്യിൽ നിന്ന് പൈസ പോയി. അടുത്ത് എന്താ നോക്കട്ടെ, റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ കിട്ടി എന്നാണ്. കമ്മീഷൻ കിട്ടി. എടോ, കമ്മീഷൻ അപ്പോൾ ഇൻകം അല്ലേ? കമ്മീഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഒരു വരുമാനമല്ലേ? കമ്മീഷൻ എന്നതൊരു ഇൻകം അല്ലേ? ഒരു വരുമാനം. എന്തായിട്ടാണ് കിട്ടുന്നത്? ക്യാഷായിട്ട് കിട്ടും. കമ്മീഷൻ നമുക്ക് ക്യാഷായിട്ട് കിട്ടും അല്ലേ? അപ്പോൾ പെയ്ഡ് നമുക്ക് റിസീവ്ഡ് കമ്മീഷൻ. ഓക്കെ, സോ റിസീവ്ഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ കമ്മീഷൻ എന്നൊരു ഇൻകം, അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് കിട്ടും. കമ്മീഷൻ എന്നൊരു വരുമാനം ഉണ്ടാകും, നമുക്ക് ക്യാഷും കിട്ടും. അപ്പോൾ ഇൻകത്തിൻ്റെ റൂൾ അനുസരിച്ച് ഇൻകം കൂടുമ്പം ക്രെഡിറ്റ് ആണ്, ക്യാഷ് കിട്ടുമ്പോൾ ഡെബിറ്റ് ആണ്. അപ്പോൾ ക്യാഷ് കിട്ടി, ഡെബിറ്റ്. അത് കണക്കൊരു വരുമാനവും വന്നു. ക്യാഷ് കിട്ടിയത് ഈ കമ്മീഷൻ എന്ന വരുമാനം കൊണ്ടല്ലേ? അപ്പോൾ ക്യാഷ് കിട്ടി, അത് കമ്മീഷൻ വഴിയാണ്. മനസ്സിലായുണ്ട്? അപ്പോൾ ക്യാഷിന് ഡെബിറ്റ്, കമ്മീഷന് ക്രെഡിറ്റ്. ഇൻകത്തിൻ്റെ റൂളാണോ? ഇൻകം വന്നു, ഇൻകം ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ആണ്. ഇൻകം ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ആണ്. നമുക്ക് ക്യാഷ് കിട്ടി, അത് ഡെബിറ്റ്. ഇൻകം ഉണ്ടായി എന്ന് കാണിക്കാനായിട്ട് ക്രെഡിറ്റ്. ഇങ്ങനെയാണ് ആ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത്. അടുത്തത്
പെയ്ഡ് ടു കുമാർ. കുമാറിന് പൈസ കൊടുത്തു. കുമാർ എന്ന് പറയുന്നയാൾക്ക് നമ്മൾ പൈസ കൊടുത്തു. കുമാർ എന്നയാൾക്ക് നമ്മൾ പൈസ കൊടുത്തു. സി, കയ്യിൽ നിന്ന് പൈസ പോയല്ലോ. കയ്യിൽ നിന്ന് പൈസ പോയി എന്നാണെങ്കിൽ ക്യാഷിന് ക്രെഡിറ്റ് ആണല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയില്ലടോ, കുമാറിന് പൈസ കൊടുത്തു. അപ്പോൾ അസറ്റ് കുറഞ്ഞു, ക്യാഷ് കുറഞ്ഞു. അപ്പോൾ ക്യാഷിനാണ് ക്രെഡിറ്റ്. അപ്പോൾ ആർക്ക് ഡെബിറ്റ് വരും? കുമാറിന് ഡെബിറ്റ് വരണം. നമ്മൾ കുമാറിനല്ലേ പൈസ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കുമാറിന് പൈസ കൊടുത്തു. നമ്മൾ ആകെ ചിന്തിക്കേണ്ടത് കയ്യിൽ നിന്ന് പൈസ പോയി, കയ്യിൽ നിന്ന് പൈസ പോയി, കയ്യിൽ നിന്ന് പൈസ പോയി, കയ്യിൽ നിന്നും പൈസ പോയി എന്ന് കാണിക്കാൻ ക്യാഷിന് ക്രെഡിറ്റ്. ക്യാഷിന് ക്രെഡിറ്റ്. നമ്മൾ ആർക്കാ പൈസ കൊടുത്തത്? കുമാർ. അപ്പം കുമാർ ആയിരിക്കും ഡെബിറ്റിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഫ്രം സോമു. സോമുവിൻ്റെ നിന്ന് പൈസ കിട്ടി എന്നാണ്. സോമുവിൻ്റെ നിന്ന് പൈസ കിട്ടി. പൈസ കിട്ടുമ്പോൾ ക്യാഷിന് ഡെബിറ്റ്. ക്യാഷ് വന്നു എന്നല്ലേ, അപ്പം ക്യാഷിന് ഡെബിറ്റ്. ആരുടെ നിന്ന് കിട്ടി? സോമുവിൻ്റെ നിന്ന് കിട്ടിയെന്ന് കാണിക്കാൻ സോമുവിന് ക്രെഡിറ്റ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ജേണൽ എൻട്രികൾ പാസ്സാക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരു പുക പോലെ മനസ്സിലായോ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഏകദേശം അത് മതി. തെളിഞ്ഞു എന്നൊന്നും എന്നോട് പറയരുത്, ഞാൻ വിശ്വസിക്കത്തില്ല. ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. അപ്പം നിങ്ങൾ ഓക്കെ, ആക്ച്വലി എനിക്ക് എല്ലാം മനസ്സിലായെന്ന് കേൾക്കുമ്പോഴാണ് ദേഷ്യം. അങ്ങനെ എല്ലാം ഒന്നും ഇപ്പോഴേ മനസ്സിലാവണ്ട. തൽക്കാലം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടു. എന്നിട്ട് ബുക്കിൽ ഒന്നും കൂടെ ചെയ്. വീണ്ടും വന്നിട്ട് ആൻസർ ഒത്തു നോക്ക്. തെറ്റുന്നെങ്കിൽ തെറ്റിട്ട് വീണ്ടും ശരിയാക്ക്. അങ്ങനെ ഒരു 3-4 തവണ ചെയ്ത് നോക്കി. 3-4 കേൾക്കുമ്പോൾ ഞെട്ടും. 4 കൂടുതൽ തവണ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പഠിച്ചവരെ നമുക്ക് അക്കൗണ്ടിങ്ങിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു തവണ വായിച്ചാൽ തന്നെ മനസ്സിലാവണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു ഇത്തിരി പാടായ സബ്ജക്റ്റൊക്കെ പഠിക്കുമ്പോഴല്ലേ ഒരു വില കിട്ടുന്നത്. സയൻസുകാർ നിങ്ങളെ കളിയാക്കത്തില്ല. അവരുടെ മുമ്പിൽ പറയാൻ ഒരു അക്കൗണ്ടിങ്ങെങ്കിലും വേണ്ടേ? സയൻസ് സ്റ്റുഡൻസ് നോക്കുമ്പം അവർ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമെറ്റിക്സും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എല്ലാം എളുപ്പമാവണമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ വില? കുറച്ച് പാടല്ലെങ്കിൽ ഇത് പാടാണെന്നല്ല, പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഈ മാത്തമെറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുന്നവരുടെ മുമ്പിൽ ഒന്ന് തല ഉയർത്തി നിൽക്കുന്നത് ഈ അക്കൗണ്ടിങ് വെച്ചിട്ടാണ്. അപ്പം നിങ്ങളൊന്ന് 3-4 തവണ ചെയ്ത് നോക്ക്. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.